മധ്യ യുക്രൈനിൽ കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 50ഓളം പേരാണ് മരിച്ചത്. 2 റഷ്യൻ ബാലിസ്റ്റിക് മിസൈലുകൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും അടുത്തുള്ള ആശുപത്രിയിലും പതിച്ചതിനെ തുടർന്നായിരുന്നു ഈ മരണങ്ങളത്രയും. ആക്രമണത്തിൽ 180 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രസിഡന്റ് സെലൻസ്കിയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. റഷ്യയുടെ പുതിയ ആക്രമണങ്ങൾ യുക്രൈൻ്റെ സെൻട്രൽ പോർട്രാവ മേഖലയെ ലക്ഷ്യം വെച്ചാണ്. 2022 ഫെബ്രുവരി 24 യുക്രൈനുമായുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം റഷ്യ നടത്തിയ ഏറ്റവും മാരകമായ ആക്രമണങ്ങളിലൊന്നാണിത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കെട്ടിടം ഭാഗികമായി ആക്രമണത്തിൽ തകരുകയും ചെയ്തു. ഇപ്പോഴിത് ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പോർട്രാവയിലെ യുക്രൈനിയൻ സൈനിക പരിശീലന കേന്ദ്രമാണ് റഷ്യൻ സൈന്യം ലക്ഷ്യമിട്ടതെന്ന് പുടിൻ പറയുന്നു. റഷ്യൻ സൈനികർക്കെതിരായ ഇലക്ട്രോണിക് യുദ്ധത്തിലും ഡ്രോൺ ഓപ്പറേഷനിലും വൈദഗ്ധ്യമുള്ള വിദേശ ഇൻസ്ട്രക്ടർമാർ ഇവിടെ തമ്പടിച്ചിരുന്നു. നാറ്റോ സഖ്യത്തിൻ്റെ പ്രത്യേക ഉദ്യോഗസ്ഥരായിരുന്നു ഇവർ. റഷ്യൻ സിവിലിയൻ പ്രദേശങ്ങളിൽ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ ഈ വിദേശ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് മനസ്സിലാക്കി അവരെ തുടച്ചു നീക്കുകയായിരുന്നു ലക്ഷ്യം. അത് ഭംഗിയായി റഷ്യൻ പട്ടാളക്കാർ പൂർത്തിയാക്കിയെന്നുമാണ് പുടിൻ പറയുന്നത്. റഷ്യൻ പ്രദേശങ്ങളിൽ യുക്രൈൻ സൈന്യം കടന്നുകയറിയതിൻ്റെ പിന്നിൽ നാറ്റോ സഖ്യമാണ്. തങ്ങളുടെ പൗരന്മാരുടെ ജീവന് പ്രതികാരം ചെയ്യാൻ റഷ്യ എന്ന് പ്രതിജ്ഞാബദ്ധമാണ്. നാറ്റോ സഖ്യത്തിൻ്റെ സൈനിക ബേസുകൾ എണ്ണി തകർക്കും, പുടിൻ പറഞ്ഞു.